ഹേ ഗൈസ്, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹണി. ഞാൻ ഉദ്ദേശിച്ചത് തേനാണ്. എത്ര വെറൈറ്റീസ് ഓഫ് ഹണി നിങ്ങൾക്കറിയാം? മേ ബി ഒന്നോ രണ്ടോ മൂന്നോ, ആക്ച്വലി 300 മേലെ വെറൈറ്റീസ് ഓഫ് ഹണി ഉണ്ട് ഇന്ത്യയിൽ മാത്രം. സോ ഹണി എങ്ങനെ ഹണി ബി ഉണ്ടാക്കണേന്നൊക്കെ നമ്മൾ സയൻസ് ബുക്കിൽ നോക്കിയിട്ട് പഠിച്ചിട്ടുണ്ട്. പക്ഷേ സെയിം മെത്തേഡിൽ തന്നെ ഈ ഒരു ഹണി ബീസ് എങ്ങനെ ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സ് ഉള്ള ഹണി ഉണ്ടാക്കുന്നത്? ആക്ച്വലി റീജിയൻസ് വെച്ചിട്ടാണ് ഹണിയുടെ ഫ്ലേവർ മാറുന്നത്. സോ ഇമാജിൻ നിങ്ങളുടെ നാട്ടിലൊരു ഏറ്റവും വലിയൊരു മാവിൻ തോട്ടമുണ്ട്. ആൻഡ് ആ തോട്ടത്തിന് ചുറ്റിപ്പറ്റിയിട്ട് ഒരുപാട് ഹണി ബീസ് ഉണ്ട്. സോ ഈ ഹണി ബീസ് ഉണ്ടാക്കുന്ന തേനിന് ഒരു മാംഗോയുടെ ടേസ്റ്റ് ആയിരിക്കും. സോ നിങ്ങളുടെ നാട്ടിലൊരു ക്ലോവിൻ്റെ മരമുണ്ട്. സോ ആ ക്ലോവിൻ്റെ മരത്തിനെ ആശ്രയിച്ച് നിൽക്കുന്ന ഹണി ബീസിൻ്റെ ഒക്കെ ഹണീന് ക്ലോവിൻ്റെ ടേസ്റ്റ് ആയിരിക്കും. സോ ഇവരുടെ റോ മെറ്റീരിയൽസിനനുസരിച്ചായിരിക്കും ഇവരുടെ ഹണിയുടെ ടേസ്റ്റും ആ ലുക്കും അല്ല. സോ നിങ്ങൾക്ക് എത്ര വെറൈറ്റീസ് ഓഫ് ഹണി അറിയാം? ഐ തിങ്ക് ഒരു ഹണി ടേസ്റ്റിംഗ് സെഷനൊക്കെ നിങ്ങളൊന്ന് പോയി അറ്റൻഡ് ചെയ്തൊക്കെ, ഇറ്റ്സ് ഗുഡ് ആക്ച്വലി. പിന്നെ മാർക്കറ്റിൽ കിട്ടുന്ന ഹണി ബേസിക്കലി ഷുഗർ കോട്ടഡ് ഹണിയാണ്. സോ അതിലൊന്നും വീഴരുത്. ആൻഡ് ഇത് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കഴിച്ചു വരുന്ന ഹണി മേ ബി ഒരു വൈൽഡ് ഫ്ലവർ ഹണി ആയിരിക്കും. അപ്പോൾ അത്ര തന്നെ. സോ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ഹാവ് എ ചീസി ഡേ.